നമസ്കാരം. ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ന്യൂസുകളുടെ പിൻബലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അവസാന ഒരു മണിക്കൂറിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും മാർക്കറ്റിൽ വന്ന സെൽ ഓഫ് മാർക്കറ്റിനെ ഒന്ന് അമ്പരപ്പെടുത്തിയെങ്കിലും ഇൻഡെക്സ് 200 പോയിൻ്റ് ഉയർന്ന് 22,326 മുകളിലാണ് ക്ലോസിംഗ് നൽകിയത്. 22,200 മുകളിൽ വന്ന പോസിറ്റീവ് ക്ലോസിംഗ് വരും ദിവസങ്ങളിലും പോസിറ്റീവ് ട്രെൻഡ് തുടരും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. മാർക്കറ്റിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡേറ്റകൾ വരാനിരിക്കുന്ന ഒരാഴ്ചയാണ് ഏപ്രിൽ 1 തീയതി മുതൽ ആരംഭിക്കുന്ന ആഴ്ച. ഈ ആഴ്ചയെ ഒരു ഡേറ്റ ഡ്രിവൺ വീക്കായിട്ട് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി FMCG കമ്പനികളും ഫിനാൻഷ്യൽ കമ്പനികളും ബാങ്കുകളും അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ ഏപ്രിൽ 3 തീയതി മുതൽ 5 തീയതി വരെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ്. രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഡിസിഷൻ ഏപ്രിൽ 5 തീയതി നമ്മൾക്കറിയാൻ സാധിക്കും. അടുത്ത ആഴ്ച തൊട്ട്, അതായത് ഏപ്രിൽ 18 തീയതി മുതൽ IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വരും. അതുകൊണ്ട് വരുന്ന ആഴ്ച വളരെയധികം ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരാഴ്ചയായിരിക്കും. വ്യാഴാഴ്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തി. ഏകദേശം 1,800 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചത്. ഇൻഡെക്സ് 22,150 എന്ന 20-ഡേ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് 22,500, 22,650 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് അടുത്ത ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം 22,250, 22,200 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഇവിടെ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു അപ്വേർഡ് ട്രെൻഡാണ് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കൺസോൾട്ടേഷൻ പാറ്റേണിൽ വന്ന ബ്രേക്കൗട്ടും വരും സമയങ്ങളിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സൂചന നൽകുന്നു. നിഫ്റ്റി പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ന്യൂട്രൽ ടു പോസിറ്റീവ് മൊമെൻറ്റമാണ് നിലനിൽക്കുന്നത്. 48,000 പ്രധാന ഓവർഹെഡ് റെസിസ്റ്റൻസായി ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കും. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ന്യൂസുകളിലേക്ക് കടക്കാം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ HDFC 0.4% ഉയർന്ന് 1,447 അടുത്ത് ക്ലോസിംഗ് നൽകി. 11 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.21, ഡിവിഡൻഡ് yield 1.31%, 52 വീക്ക് ഹൈ 1,757, 52 വീക്ക് ലോ 1,363. HDFC എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ലിമിറ്റഡിൻ്റെ 100% സ്റ്റേക്കുകളും HDFC ബാങ്ക് സെൽ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ സ്വിസ് ചലഞ്ച് മെത്തേഡ് വഴിയുള്ള ഒരു സ്റ്റേക്ക് സെല്ലിംഗ് ആയിരിക്കും HDFC ബാങ്ക് നടത്തുക. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ HDFC ബാങ്കിനെ ഫോക്കസ് ചെയ്യാം. IT സെക്ടറിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയായ ഇൻഫോസിസ് ലിമിറ്റഡിനെയും നാളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.7% ഉയർന്ന് 1,495 അടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു. 6.20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.41, ഡിവിഡൻഡ് yield 2.3%. ഇൻഫോസിസ് എന്ന കമ്പനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇൻകം ടാക്സ് റീഫണ്ട് വഴി 6,329 കോടി രൂപ ലഭിക്കും എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. റെയിൽവേ സെക്ടറിലെ RVNL കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.48% ഇടിഞ്ഞ് 252 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 4 ആഴ്ചയായി RVNL 250 എന്ന റേഞ്ചിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 52,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.16. RVNL എന്ന കമ്പനിക്ക് 3 ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും 148 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റും നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെയിൽവേയുടെ സൈഡിൽ നിന്നും $7.15 മില്യൺ പ്രോജക്റ്റും എനർജി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും 95 കോടി രൂപയുടെ പ്രോജക്റ്റും ലഭിച്ചു. ഈ 3 പ്രോജക്റ്റുകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ RVNL എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും നാളെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 765 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ ഇയർ ഓൺ ഇയറിൽ 33% വർദ്ധിച്ച് 3,400 കോടിയായി മാറി. ഇത് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും പ്രതിഫലിക്കും. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഗാർഡൻ റീച്ചിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് സ്റ്റോക്കായിരുന്ന ട്രൈഡൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 36 രൂപ 60 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 43, ഡിവിഡൻഡ് yield 1.97%.
ട്രൈഡൻറ്റ് മധ്യപ്രദേശിലെ ബുദ്നിയിലുള്ള അവരുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. 42 പുതിയ ലൂമുകൾ കൂടി എക്സിസ്റ്റിംഗ് പ്ലാന്റിനോട് ചേർന്ന് ടോട്ടൽ ലൂമുകളുടെ എണ്ണം 622 എത്തിക്കുകയും 132 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കമ്പനി നടത്തുകയും ചെയ്തു. ഇതുവഴി കമ്പനിയുടെ ബുദ്നിയിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 63% ഉയർത്താൻ സാധിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ലിഥിയം അയോൺ സെൽസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി പാനാസോണിക് എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇവിടെ ലിഥിയം അയോൺ സെൽസിൻ്റെ കംപ്ലീറ്റ് സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിനാണ് കമ്പനി ശ്രമിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും IOC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന IT കമ്പനിക്ക് ട്രേഡ് ഫിനാൻസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വിവിധ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. 49.84 കോടി രൂപയുടെ ഒരു ഓർഡറും അതിനുശേഷം $1.1 മില്യൺ ഒരു ഇൻ്റർനാഷണൽ കസ്റ്റമറിൽ നിന്നും ട്രേഡ് ഫിനാൻസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഓർഡറും ലഭിച്ചു. ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന കമ്പനി കോർപ്പറേറ്റ് ഫിനാൻസ് ഒറിജിനേഷൻ സിസ്റ്റം, ബിസിനസ് പ്രോസസ് ആൻഡ് ഓട്ടോമേഷൻ സിസ്റ്റം തുടങ്ങിയ സർവീസുകളായിരിക്കും ഈ ക്ലയൻറ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി 5 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സ്പെഷ്യൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്കൽ കോൾ എന്ന കമ്പനിയെ ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സ് എന്ന കമ്പനിയുമായി മെർജ് ചെയ്യുന്നതിനും കമ്പനിക്ക് അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞു. കൂടാതെ 200 കോടി രൂപ കമ്പനി അതിൻ്റെ എഥനോൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് മാക്രോടെക് ഡെവലപ്പർ. സിദ്ധി വിനായക റിയാലിറ്റീസിൻ്റെ 50% സ്റ്റേക്കുകൾ 280 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ മെട്രോ ബ്രാൻഡ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ശ്രദ്ധിക്കാം. മെട്രോ ബ്രാൻഡ് ഇന്ത്യയിലെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ക്രോക്സ് ഇന്ത്യ എന്ന കമ്പനിയുമായിട്ടുള്ള പാർട്ണർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മെട്രോ ബ്രാൻഡിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കാനറ റൊബേക്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ IPO വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കാനറ ബാങ്കിൻ്റെ 13% സ്റ്റേക്ക് ഡയല്യൂട്ട് ചെയ്യും. അതുകൊണ്ട് കാനറ ബാങ്ക് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ടോറൻറ്റ് പവർ എന്ന കമ്പനിക്ക് 150 മെഗാവാട്ട് ശേഷിയുള്ള ഒരു റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. വിൻഡ് സോളാർ ഹൈബ്രിഡ് പ്രോജക്റ്റുമായി കണക്റ്റായ ഒരു പ്രോജക്റ്റാണ്. 1825 കോടി രൂപയാണ് ഈ കമ്പനിക്ക് ലഭിക്കുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്കിനെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, കാനറ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. കാനറ ഓവർസീസ് ബാങ്കിന് 620 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡും SBI ലൈഫ് ഇൻഷുറൻസ് എന്ന കമ്പനിക്ക് 5000 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡും 5000 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡുമാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. 163 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റിൻ്റെ ഓപ്പറേഷണലൈസേഷൻ കമ്പനി നടത്തിക്കഴിഞ്ഞു. HG ഇൻഫ്ര എന്ന കമ്പനിക്ക് സോളാർ ഡെവലപ്പർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും സോളാർ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള EPC കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ HG ഇൻഫ്ര എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നിന്നും ശ്രദ്ധിക്കാം. 2 സോളാർ ഡെവലപ്പർ കമ്പനിയിൽ നിന്നും 36 കോടി രൂപയുടെയും 28 കോടി രൂപയുടെയും എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റാണ് HG ഇൻഫ്ര എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അല്ലെങ്കിൽ PLI സ്കീം വഴി തേജസ് നെറ്റ്വർക്കിന് 4.88 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് ലഭിച്ചിട്ടുണ്ട്. NACL എന്ന കമ്പനി അതിൻ്റെ 2 സബ്സിഡറി കമ്പനികളുടെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമുള്ള 2 സബ്സിഡറി കമ്പനികളുടെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷനാണ് ആരംഭിച്ചത്. ഇത് NACL എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കെൻറ്റാബിൾ റീറ്റെയിൽ എന്ന കമ്പനി 5 പുതിയ ഷോറൂമുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ചെയ്ത് ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം 534 എത്തിച്ചിട്ടുണ്ട്. NTPC എന്ന സ്റ്റോക്കിനെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. NTPCയുടെ ബറൗണി തെർമൽ പവർ സ്റ്റേഷൻ്റെ സ്റ്റേജ് 1 പ്രവർത്തനം നാളെ മുതൽ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്